ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എന്തായാലും മാവ് കുഴയ്ക്കണം, പരത്തണം, ചുടണം. എന്നാ പിന്നെ കറിക്ക് ഉദ്ദേശിച്ച സാധനങ്ങളും കൂടെ ഈ മാവിലേക്കിട്ട് ഒരുമിച്ചങ്ങ് ചപ്പാത്തിയാക്കിയാലോ? ഇതെന്റെ കണ്ടുപിടുത്തമൊന്നും അല്ല കേട്ടോ. പണ്ട് എപ്പോഴോ വായിച്ചൊരു റെസിപ്പിയാ. പാലക്ക് സ്റ്റീം ചെയ്തത്, അതിലേക്ക് പനീറും ടേസ്റ്റിനായിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് മാവിലേക്ക് ഒഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം. ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയതുകൊണ്ട് ഏതായാലും മാത്തുക്കുട്ടിക്കും കോശിക്കുഞ്ഞിനും ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കറി കഴിക്കുന്നതിൽ നിന്ന് ഒരു മോചനമുണ്ടായി. ഈ പാലക് പനീർ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയ ചാരിതാർത്ഥ്യത്തിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഹസ്ബൻഡ് പറയുന്നത് ഇലവർഗ്ഗങ്ങൾ മിക്സിയിൽ അരച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടന്റ് ഡാമേജ് ആവും. ഏതായാലും ഇന്നത്തേക്ക് പോട്ടെ അല്ലേ. ഇതാ പാലക് പനീർ ചപ്പാത്തി ഞാനും ഹസ്ബൻഡും കറി കൂട്ടി തന്നെയാണ് കഴിച്ചത്.